ശ്രീ എം എസ് വേണുഗോപാൽ, ഇവിടെ LDF-ഉം UDF-ഉം ഒരേപോലെ ഈ ജോസ് കെ മാണിക്ക് വേണ്ടി ചരടുവലികൾ നടത്തുകയല്ലേ? അതല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ശ്രമം CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എങ്കിൽ എപ്പോഴേ ജോസ് കെ മാണി UDF-ൽ എത്തിയാനെ? തീർച്ചയായിട്ടും ഈ ജോസ് കെ മാണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാണി കോൺഗ്രസ് എന്ന് പറയുന്നത്, LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ ഓടുന്ന കാളയ്ക്ക് ഒരു മണി എന്ന പോലേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസിൻ്റെ അപ്പുറത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കുന്നതിനായിട്ട് ഒരു സിമ്പൽ വേണം എന്നുള്ളതാണ്. ആ സിമ്പലായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണിയാണ്. ആ മാണിക്ക് പണ്ടുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അത്രയ്ക്ക് ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇതുതന്നെയാണ് കോട്ടയത്തെയും ഇടുക്കിയിലെയും കോൺഗ്രസ്സുകാരും പറയുന്നത്. എന്തിനാണ് ഇപ്പോൾ ഇതിനെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വരുന്നത്? ഞങ്ങൾക്കൊക്കെ കുറേ സീറ്റുകൾ ഇവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അപ്പം പിന്നെ 12 അല്ല 8 ആയാലും 9 ആയാലും കൊടുത്ത് എന്തിനിത് കൊണ്ടുവരുന്നു? സ്വന്തമായിട്ട് നിന്ന് ജയിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണ് ജോസ് കെ മാണി എന്നുള്ളത് അവർ പറയാതെ പറയുകയാണ്. ഇലക്ട്രൽ പൊളിറ്റിക്സിലെ പോക്ക് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകാം. 2004 മൂവാറ്റുപുഴയിൽ നിന്ന് അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു. അത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്ന കാലമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് 2009-ലും 2014-ലും പിതാവിൻ്റെ സംരക്ഷണയിലാണ് അദ്ദേഹം MP ആയി പോയത്. ആ സംരക്ഷണം ഇല്ലാതെ വന്ന സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം പരാജയപ്പെടുകയാണ്. 2021-ലും അദ്ദേഹം പാലായിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഓർമ്മ നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിൽ പോലും പാലായിൽ നിന്ന് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്, ഇപ്പോൾ ഇവിടെ ശ്രീകുമാർ പറഞ്ഞതുപോലെ, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട വലിയ നഷ്ടങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് തന്നെ വലിയ ക്ഷീണം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് താഴെത്തട്ടിൽ. നമ്മൾ CPI-ക്കാർ ഏത് ഇലക്ഷനും പറയുന്നത് കേട്ടിട്ടില്ലേ? CPI-ക്കാർ പാർട്ടി ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ആദ്യം പറയുന്നത് അതാണ്, ഇതൊരു വേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ഭംഗിക്കുള്ള ഒരു മണി മാത്രമാണ് ഈ ഓടുന്ന കാളവണ്ടിക്കുള്ള ഈ മാണി എന്ന് പറയുന്നത്. കാരണം ഇതുകൊണ്ട് അവർക്ക് ശരിയായ പ്രയോജനം കിട്ടുന്നില്ല എന്നറിയാം. പക്ഷേ ഈ ഭംഗിക്കുള്ള ഈ മണി ആവശ്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് അല്ലെങ്കിൽ നമുക്കൊരു കാണുമ്പോൾ ഒരു ബാലൻസ്, അല്ലെങ്കിൽ പൊതുവെ രാഷ്ട്രീയത്തിൽ ഒരു ബാലൻസ് നിലനിർത്തണമെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിഭാഗം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയാനെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജോസ് കെ മാണി മാത്രമാണ്. പിന്നെ ജോസ് കെ മാണി ചാടുകയില്ലെന്ന് ചോദിച്ചാൽ ചാടാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ റോഷി അഗസ്റ്റിൻ എടുത്ത സ്റ്റാൻഡ്, അതുപോലെ തന്നെ മറ്റ് 2 MLA-മാർ പ്രമോദ് നാരായണൻ ആയാലും ജയരാജൻ എടുത്ത സ്റ്റാൻഡ് വലിയ കടുത്ത പ്രതിസന്ധിയായി. കാരണം 2 ഇല മാത്രമല്ല, ആ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനം പോലും ഒരുപക്ഷെ ഈ റോഷി അഗസ്റ്റിൻ കൊണ്ടുപോകും. അതുപോലെ തന്നെ യഥാർത്ഥ മാണിയുടെ പിന്തുടർച്ചക്കാരനായിട്ട് റോഷി അഗസ്റ്റിൻ വന്നേക്കും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് ജോസ് കെ മാണി ഇപ്പോൾ ഒരു സറണ്ടറിന് തയ്യാറായിട്ടുള്ളത്. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞത് ശരിയാണ്. അതായത് കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെയാണ് ഭരണം. ഇപ്പോൾ ഭരണം ഇപ്പം മാറി വരും എന്നൊരു തോന്നൽ പൊതുവേ കേരളത്തിലുണ്ട്. അപ്പോൾ ജോസ് കെ മാണിയും മാറും എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. അതിന് വലിയ താമസം വരില്ല. പക്ഷേ ഇപ്പോൾ BJP നേതാവ് ശ്രീ ഷോൺ ജോർജ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.